കേന്ദ്ര മന്ത്രാലയങ്ങളിലെ 45 ഉന്നത തസ്തികകളിൽ സംവരണം പാലിക്കാതെ ലാറ്ററൽ എൻട്രി വഴി സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നേരത്തെ വലിയ വിവാദമുണ്ടാക്കിയതാണ്. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമുയർത്തിയപ്പോൾ BJPയെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും പ്രതിപക്ഷത്തിനൊപ്പം നിന്നു. BJP വലിയ തിരിച്ചടി സമ്മാനിച്ചൊരു നിലപാടാണ് ചിരാഗ് പാസ്വാൻ സ്വീകരിച്ചത്. മുന്നണിയിലെ ഘടകകക്ഷിയായതുകൊണ്ടും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിലും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുമെന്ന നിലപാടാണ് ചിരാഗ് പാസ്വാൻ സ്വീകരിക്കുന്നത്. നേരത്തെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് TDP JDU പാർട്ടികൾ BJPക്ക് നേരെ തിരിഞ്ഞതാണ്. ആ കൂട്ടത്തിലെ ലേറ്റസ്റ്റ് എൻട്രിയാണ് ചിരാഗ് പാസ്വാൻ്റേത് എന്ന് കാണാം. 9 തവണ MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ചിരാഗ് പാസ്വാന്റെ പിതാവും ലോക് ജനശക്തി പാർട്ടി സ്ഥാപകനുമായിരുന്ന രാംവിലാസ് പാസ്വാൻ. പിതാവിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും സംവരണമടക്കം ദളിതർ നേരിടുന്ന പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയം മറന്നിടപെടുമെന്നുമാണ് ചിരാഗ് പാസ്വാൻ പറയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനെ വീഴ്ത്താൻ കരുക്കൾ നീക്കുന്ന NDA സഖ്യത്തിലെ പ്രധാന നേതാവാണ് ചിരാഗ് പാസ്വാൻ. ആ നേതാവ് ചില വിഷയങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത് BJP കണ്ടില്ല എന്ന് നടിക്കില്ല. നേരത്തെ ഇന്ത്യ സഖ്യം പാർട്ടികളുടെ മുന്നണിയിലായിരുന്ന ചിരാഗിന് അവിടെയും ഒരിടമുണ്ട്. ഈ ഇടവേള ആര് മുതലാക്കുമെന്നത് കൂടിയാണ് ചിരാഗിൻ്റെ ബീഹാർ പ്രവേശം ഉയർത്തുന്ന ചോദ്യം. 2020 തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങിയ 38 സീറ്റുകളിൽ 32 എണ്ണത്തിൽ അന്നത്തെ അവിഭക്ത LJPക്ക് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDUവിനേക്കാൾ അധികം വോട്ട് ലഭിച്ചിരുന്നു. ഈ 32 സീറ്റുകളിൽ കുറഞ്ഞത് 26 എണ്ണത്തിലെങ്കിലും JDU നഷ്ടപ്പെട്ട ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ LJPക്ക് ലഭിച്ചിരുന്നു. മറ്റ് 5 സീറ്റുകളിൽ LJPക്ക് 2ാം സ്ഥാനം കിട്ടി. ശേഷിക്കുന്ന ഒരു സീറ്റ് 333 വോട്ടുകളുടെ നേരിയ വ്യത്യാസത്തിലാണ് LJP വിജയിച്ചത്. നിതീഷുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടി NDA വിട്ട ശേഷം LJP 2020 തിരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഭരണകക്ഷിക്ക് കനത്ത നഷ്ടം വരുത്തി വെച്ചു എന്നത് മാത്രമല്ല, BJPയേക്കാൾ വളരെ താഴ്ന്ന പദവിയിലേക്ക് നിതീഷ് പക്ഷത്തെ അത് താഴ്ത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മഞ്ചിയുടെയും മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വായുടെയും നേതൃത്വത്തിലുള്ള പാർട്ടികളാണ് 243 അംഗ നിയമസഭയിലെ സംസ്ഥാനത്ത് മറ്റ് NDA കക്ഷികൾ. ഇതൊക്കെയാണെങ്കിലും 2020 ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് പാർട്ടി ഒരു പിളർപ്പ് നേരിട്ടു. 24 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 ലോക്സഭാ സീറ്റുകളും വിജയിച്ച് പാസ്വാന്റെ പാർട്ടി കരുത്തുകാട്ടി. അന്ന് ചിരാഗ് പാസ്വാൻ 3ാം തവണയും ലോക്സഭാ MP ആയി. ഈ നേതാവ് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഡൽഹിയിൽ താമസിക്കുകയും ബോംബെയിൽ ജോലി ചെയ്യുകയും ചെയ്ത ശേഷം സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ബീഹാർ എന്നെ വിളിക്കുന്നു. 2 ആഴ്ച മുമ്പ് പൊതുവേദിയിൽ ചിരാഗ് പാസ്വാൻ പറഞ്ഞ വാക്കുകളാണിത്. 2020 പിതാവിൻ്റെ മരണശേഷം ഉണ്ടായ ആഭ്യന്തര വിള്ളലുകളെ തുടർന്ന് ജനശക്തി പാർട്ടി പിളർന്നു. ചിരാഗ് LJPയുടെ രാംവിലാസ് വിഭാഗത്തെ നയിച്ചാണ് NDA ക്യാമ്പിൽ എത്തി നിൽക്കുന്നത്.